സീ ഫുഡ് ഫെസ്റ്റ് നടക്കുന്നതെന്ന് അറിഞ്ഞുകൊണ്ടാണ് ഹരിപ്പാടുള്ള സഞ്ചാരി ബൈ ഷെഫ് വിളിയിൽ പോയത്. ഫെബ്രുവരി 20 തൊട്ട് 28 വരെയാണ് കേട്ടോ ഈ സീ ഫുഡ് ഫെസ്റ്റ് നടക്കുന്നത്. നമുക്ക് ഹരിപ്പാട് അങ്ങനെ അധികം സീ ഫുഡ് ഒക്കെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന കടകളും കാര്യങ്ങളും ഒന്നും ഇല്ലെന്ന് അറിയാമല്ലോ. ആൾക്കാരൊക്കെ ഫെസ്റ്റ് ഉണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് വരുന്നുണ്ടായിരുന്നു. ആദ്യം ഈ സാഗരം സീ ഫുഡ് സൂപ്പായിരുന്നു കേട്ടോ ഓർഡർ ചെയ്തത്. ഇത്തായൊക്കെ ആയിട്ടാണ് പോയിരുന്നതെന്ന് ഞാൻ ഷോർട്ട് വീഡിയോയിൽ പറഞ്ഞിരുന്നല്ലോ. സീ ഫുഡിന്റെ സൂപ്പ് ആയതുകൊണ്ട് തന്നെ സ്ക്വിഡും അങ്ങനെ കുറെ സാധനമൊക്കെ ഉണ്ടായിരുന്നു. സൂപ്പ് നല്ലതായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കഴിച്ചിട്ടില്ലാത്ത എല്ലാ സൂപ്പുകളും ഇങ്ങനെ ട്രൈ ചെയ്യുന്നത്. ഇതൊരു റെസ്റ്റോറന്റിൽ പോയാലും സൂപ്പ് ഓർഡർ ചെയ്യുവാണ് ഏതാണ് ഞാൻ കഴിച്ചിട്ടില്ലാത്തതെന്ന് എപ്പോഴും നോക്കാറുണ്ട്. ഈ സീ ഫുഡിന്റെ സൂപ്പ് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കഴിക്കുന്നത്. നമ്മൾ നോർമലി റെസ്റ്റോറൻറ്റ്സിലൊക്കെ പോയി കഴിഞ്ഞാൽ അങ്ങനെ അധികം കിട്ടുന്ന ഒരു ഐറ്റം അല്ലേ ഈ സീ ഫുഡ് സൂപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഇവിടെ വരുവാണെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് ഈ ഒരു സാധനം ട്രൈ ചെയ്യണം കേട്ടോ. ഈ സീ ഫുഡ് ഐറ്റംസ് ഒക്കെ ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ മാത്രം മസ്റ്റായിട്ട് ട്രൈ ചെയ്യേണ്ട ഒരു ഐറ്റമാണിത്. അങ്ങനെ അത് കുടിച്ചതിന് ശേഷം അവിടെ കോക്കനട്ട് ചെമ്മീൻ്റെ ഒരു സൂപ്പും കൂടെ ഉണ്ടായിരുന്നു. എന്നാൽ അതും കൂടെ കഴിക്കാമെന്ന് വിചാരിച്ചു. ഈ സീ ഫുഡിന്റെ ഫെസ്റ്റ് ആയതുകൊണ്ട് തന്നെ കേട്ടോ ഇങ്ങനത്തെ ഒരു സൂപ്പ് ഐറ്റംസ് കിട്ടുന്നത്. ഇത് കുടിക്കാൻ ലേറ്റ് ആയതുകൊണ്ട് തന്നെ പല ഐറ്റംസും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പേരിനകത്ത് പോലെ തന്നെ കോക്കനട്ട് വെച്ചിട്ടുള്ള ഒരു ഐറ്റമാണ്. ഇതിനകത്ത് കുറേയധികം കൊഞ്ചും കുഴപ്പമുണ്ടായിരുന്നു. രണ്ടെണ്ണത്തിൽ രണ്ടും കൊള്ളായിരുന്നെങ്കിലും എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് ആദ്യത്തെ ആയിരുന്നു. ഒരുതരം ടേസ്റ്റ് ബഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന മാത്രം വീഡിയോ കാണിച്ചുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറേ ടൈം എടുക്കുന്നത് കാരണം ഞാൻ അടുത്ത ഡിഷിലോട്ട് കിടക്കുന്നു. ക്രാബ് ഗ്ലോ എന്ന് പറഞ്ഞൊരു ഫുഡായിരുന്നു കേട്ടോ. ഈ ക്രാബ് ഞണ്ടൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നവർക്ക് മസ്റ്റായിട്ട് ട്രൈ ചെയ്യാവുന്ന ഒരു ഐറ്റമാണ്. വലിയ സൂപ്പർ മാർക്കറ്റ്സിലൊക്കെ നമുക്ക് ക്രാബ് ഗ്ലോയ്ക്കുള്ള മീറ്റോടെ വാങ്ങിക്കാൻ കിട്ടാറുണ്ട്. അങ്ങനെ വാങ്ങിച്ച് നമ്മൾ ഇടയ്ക്കൊക്കെ ഉണ്ടാക്കാറുണ്ട്. അങ്ങനെ ഇവിടെ ഉണ്ടായിരുന്നു ക്രാബ് ഗ്ലോ. ഇത് നല്ല രീതിയിൽ തന്നെ ഇങ്ങനെ ചില്ലി മയണൈസിനകത്ത് ഡിപ്പ് ചെയ്ത് വെച്ചേക്കായിരുന്നു കേട്ടോ. ഞാൻ ഇങ്ങനെ കഴിച്ചിട്ടില്ല, അതുകൊണ്ട് തന്നെ ഭയങ്കര രസം ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമുക്ക് ഡിപ്പ് ചെയ്ത് നല്ല രീതിയിൽ തന്നെ ട്വിസ്റ്റ് ചെയ്ത് ഇങ്ങനെ കഴിക്കാൻ പറ്റുമായിരുന്നു. ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിനകത്ത് ഞണ്ടിന്റെ മീറ്റ് മാത്രമേ കാണത്തുള്ളൂ. അതിന്റെ എൻഡ് ഭാഗത്തായിട്ട് മാത്രം ഈ ഞണ്ടിന്റെ കാല് നമുക്കിങ്ങനെ പിടിക്കാൻ വേണ്ടി കാണും. ബാക്കി ഫുൾ ഇതിന്റെ ഫ്ലഷ് ആയിരിക്കും വരുന്നത്. ഇതൊക്കെ നിങ്ങൾ ഇങ്ങനത്തെ കുറച്ച് ഐറ്റം ഒക്കെ വന്ന് വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരാൾക്ക് വന്ന് കഴിച്ച് തീർക്കാവുന്ന ഐറ്റംസേ ഉള്ളൂ. സൂപ്പും പിന്നെ ഇത് ഒക്കെ ആയിട്ട് മാത്രം വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് കഴിച്ചിട്ട് പോകാം. പിന്നെ നമ്മുടെ അടുത്ത് കുറേ നേരം കൊണ്ടിരിക്കുന്ന കണവ കല്ലി വരട്ടിയത് എടുത്തായിരുന്നു, സ്ക്വിഡ്. പിന്നെ ഇതിനകത്തോട്ട് ഇങ്ങനെ നാരങ്ങ ഇരിക്കുന്നത് നമ്മളിങ്ങനെ ഞെക്കിപ്പിഴിഞ്ഞ് ഇങ്ങനെ ഒഴിക്കണം. ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടത്തില്ലായിരിക്കും, പക്ഷേ എനിക്ക് ഈ വറുത്ത മീനകത്തും എല്ലാം പൊതുവേ ഇങ്ങനെ ഒഴിക്കുന്നത് ഇഷ്ടമാണ്. അപ്പോൾ ഇങ്ങനെ കുഴഞ്ഞു കിട്ടും. ഫുള്ളി ഒരുപാടല്ല, കുറച്ച് മാത്രം. ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലും ഒക്കെ നമ്മൾ ജസ്റ്റ് ഷോർട്സ് എല്ലാം ഇടാൻ കഴിയത്തുള്ളൂ. അതുകൊണ്ടാണ് ഞാനൊരു ഡീറ്റെയിൽഡ് വീഡിയോ ആയിട്ട് ഇടാമെന്ന് വിചാരിച്ചത്. ബഹുമാനപ്പെട്ട ആലപ്പുഴ MP ഇടപെട്ട് അടുത്ത കേന്ദ്ര ബഡ്ജറ്റിൽ സുമിക്ക് ഫുഡ് റിസർച്ചിൽ വിപ്ലവം സൃഷ്ടിക്കാൻ തുക അനുവദിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഇത്താടെ പാലുകാച്ചലിൻ്റെ വീഡിയോ ഞാൻ ഇട്ടതിന് ശേഷം ഒരുപാട് പേര് ഇത്താടെ ഹൗസ് വാമിംഗ് ആണോ എന്നൊക്കെ ചോദിച്ച് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ സത്യത്തിൽ ആ ഒരു വീഡിയോ ഇട്ടേക്കുന്ന പാലുകാച്ചലിൻ്റെയാണ്. ഹൗസ് വാമിംഗ് ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തതേ ഉള്ളൂ. കുറച്ച് നാളായിട്ട് ഞാൻ വീഡിയോസ് ഒക്കെ ഇടുന്നത് ഡിലേ ആയിരുന്നെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ ഞാൻ പോയിട്ടുള്ള കുറച്ച് ട്രാവൽ അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് വരുന്നുണ്ട്. കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ കുറച്ച് എണ്ണ ദേഹത്തും പറ്റിച്ചിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ വീട്ടിൽ പോയി കഴുകാമെന്ന് വിചാരിച്ചപ്പോഴത്തേക്ക് അടുത്ത ഐറ്റം വന്നായിരുന്നു. ഇത് ബട്ടർ ഗാർലിക് ഗ്രിൽഡ് പ്രോൺ ആണെന്നാണ് പറഞ്ഞത്. ഇതിനകത്തോട്ട് കുറച്ച് ഞാൻ ഇങ്ങനെ ലെമൺ സ്ക്വീസ് ചെയ്ത് ഒഴിച്ചിട്ടുണ്ട്. എനിക്ക് ഇതിലും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത് പാൽക്കോഞ്ചേട്ടോ, കാന്താരി പാൽക്കോഞ്ച്. അത് ഞാൻ കാണിക്കാം. ഞാനത് ഇട്ടത് മേ ബി നിങ്ങൾക്കൊരു ഓപ്ഷൻസ് വേണം, ഏതെടുക്കണം എന്നുള്ളൊരു ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ ബെറ്റർ. എനിക്ക് കുറേയും കൂടി ഇഷ്ടപ്പെട്ടത് അതാണെന്ന് പറഞ്ഞതാണ്. ഞാൻ ആ നെയ് മീറ്റിംഗ് ചാലഞ്ച് ചെയ്തതിന് ശേഷം എനിക്ക് ഇഷ്ടംപോലെ കോമൻസ് ഇങ്ങനെ എൻ്റെ പേര് ചെയ്യാവോ, ഇത് കണ്ടോ നെയ്യാറ്റിങ്കര ഗോപൻ ഒന്ന് തിന്നാവോ എന്നും ചോദിച്ചിട്ടൊക്കെ ഇഷ്ടംപോലെ എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഇതിനകത്ത് ഇങ്ങനെ മഷ്റൂം ഉണ്ട് കേട്ടോ, അത് നല്ല രസമാണ് തിന്നാൻ. നെയ്യാറ്റിങ്കര ഗോപൻ ചെയ്യാമെന്ന് ചോദിച്ചിട്ട് കുറേ വന്നു. അത് ഞാൻ ചെയ്യുന്നില്ല കേട്ടോ, അത് മരിച്ചുപോയ ഒരാളുടെ വെച്ച് ചെയ്യുന്ന മോശമാണല്ലോ. പിന്നെ കാന്താരി പാൽക്കൊഞ്ച് എനിക്ക് ഏറ്റവും ഇവിടെ വന്നതിന് അത് കഴിഞ്ഞ തവണയും ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു ഐറ്റം ആയിരുന്നു കേട്ടോ. നോർമലി പാൽക്കൊഞ്ച് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു യെല്ലോ കളറിൽ ആണ് വരുന്നത്. ഇത് കാന്താരി ഇട്ട പാൽക്കൊഞ്ചാണ്. അപ്പോഴത്തേക്കും ഭയങ്കര എരിവുണ്ട്. പക്ഷേ എരിവ് ഇഷ്ടപ്പെടുന്നവർക്ക് മസ്റ്റ് ട്രൈ ചെയ്യാവുന്ന അടിപൊളി ഒരു ഐറ്റമാണ്. എനിക്കിഷ്ടപ്പെട്ടായിരുന്നു. പിന്നെ ഇതിൻ്റെ സൈഡിൽ തന്നെ ഒരു ചമ്മന്തി കിട്ടും. ഇത് എന്താ നമ്മുടെ ചെമ്മീൻ വെച്ചിട്ടുള്ള ചമ്മന്തി. എനിക്ക് ചമ്മന്തിയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം ഈ ചെമ്മീൻ ചമ്മന്തിയാണ്. അതും കഴിച്ചു. പിന്നെ അടുത്ത് വന്നത് ഇത്തൊക്കെ ഓർഡർ ചെയ്ത് ചട്ടിച്ചോറായിരുന്നു കേട്ടോ. എനിക്ക് സാഗരം സദ്യയായിരുന്നു. പക്ഷേ ഇതിനകത്ത് എന്ന് പറയുന്നത് കണവ റോസ്റ്റ് ഉണ്ട്, 2 തരം മീൻ വറുത്തതുണ്ട്, ഒന്ന് മത്തിയാണ്, പിന്നെ വേറെ ഏതോ ഒരു ഫിഷ്, പിന്നെ കക്ക ഇറച്ചി, പിന്നെന്താണ് നമ്മളുടെ എന്തോ പൊടിമീൻ വെച്ചിട്ടുള്ള എന്തോ അരപ്പ് പോലെ പറ്റിക്കുന്നതെന്ന് പറയത്തില്ലേ, ആ സാധനം ഉണ്ടായിരുന്നു. 2 കൂട്ടം മീൻ കറി ഉണ്ടായിരുന്നു, പിന്നെ ക്രാബിൻ്റെ സംഭവം ഉണ്ടായിരുന്നു, പിന്നെ ചമ്മന്തി ഉണ്ടായിരുന്നു, ചെമ്മീൻ ചമ്മന്തി. ചട്ടിച്ചോറ് എപ്പോഴും കഴിക്കുന്നതായിട്ട് സാഗരം സദ്യ കഴിക്കാമെന്ന് പറഞ്ഞിട്ടാണ് ഇരുന്നതെങ്കിലും ഇത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്കൊരു ഒരു പിടിയെങ്കിലും കഴിക്കാതിരിക്കാൻ തോന്നിയില്ല. പിന്നെ പായസവും സാമ്പാറും ഒരു ഓംലെറ്റും ഒക്കെ ആയിട്ടും സെപ്പറേറ്റ് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ഒറ്റയ്ക്കാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ ഇത്ര ഐറ്റംസ് വാങ്ങിക്കാൻ പറ്റാത്തതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും 2 സൂപ്പോ അല്ലെങ്കിൽ ചട്ടിച്ചോറ് മാത്രമോ അല്ലെ അപ്പവും ഞാൻ കാണിക്കുന്ന കറിയുണ്ട്, അത് സൂപ്പറാണ്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ആയിട്ട് വാങ്ങിച്ച് കഴിക്കാം. പിന്നെ ഞാൻ ഇങ്ങനൊരു കമൻറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു, ഇത് മൊത്തം ഒറ്റയ്ക്ക് കഴിക്കാനായിട്ട് പറ്റുമോ എന്ന് ചോദിച്ചാൽ ഞാൻ കൃത്യം ഷോർട്ട് വീഡിയോയിലും പറയുന്നുണ്ട് ഹാഫ് ചട്ടിച്ചോറാണ് ഞാൻ കഴിച്ചിട്ടുള്ളതെന്ന്. ഈ ഹെവി ഫുഡായിട്ടുള്ള ഐറ്റംസ് കുറവായിരുന്നല്ലോ, ചട്ടിച്ചോറ് പിന്നെ സാഗരം സദ്യ. ചട്ടിച്ചോറും കുറച്ചല്ലേ കഴിച്ചോളൂ. പിന്നെ
പിന്നെ ഈ അപ്പവും പൊറോട്ടയും ഉള്ളൂ. അപ്പം 2 പിന്നെ പൊറോട്ട 2 അതാണ് കഴിച്ചിട്ടുള്ളത് ആകെ. പിന്നെ സമുദ്രസദ്യ കഴിച്ചു, ചട്ടിച്ചോറിൻ്റെ ഹാഫ്, അതാണ് ഹെവി ആയിട്ട് കഴിച്ചു. ബാക്കിയെല്ലാം ലൈറ്റ് ഫുഡ്സ് ആയിരുന്നല്ലോ. പിന്നെ അപ്പത്തിൻ്റെ കൂടെ സ്വീറ്റ് ആൻഡ് സോറ് എന്ന് പറഞ്ഞ ഈ ഒരു ഡിഷും വന്നിട്ടുണ്ടായിരുന്നു. സീ ഫുഡ് ഫെസ്റ്റ് ആയതുകൊണ്ട് തന്നെ ഇങ്ങനെ ഫിഷ് ഒക്കെ വെച്ചിട്ടുള്ള ഒരു ഐറ്റമാണ്. ചെറിയൊരു മധുരം കാണും. നമ്മളുടെ ബട്ടർ ചിക്കൻ തരുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ, ആ ടേസ്റ്റ് അല്ല, അത് ഒരു ചെറിയൊരു സ്വീറ്റ്നെസ് ഉണ്ടല്ലോ, അതുപോലെ. ഇത് ഏകദേശം 20-25 മിനിറ്റോളമുള്ള വീഡിയോ കേട്ടോ. ഞാൻ ഫുള്ള് ക്രോപ്പ് ചെയ്തിട്ടാണ് ഇടുന്നത്. കാരണം ഒരു ഭയങ്കര ലോങ് ഇങ്ങനെ കഴിക്കുന്ന ഒരു വീഡിയോ ഞാൻ ഇടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര ബോറായിരിക്കും. നോർമൽ ഒരു വീഡിയോ അല്ലല്ലോ, ഒരിടത്ത് ഇരുന്ന് തന്നെ കഴിക്കുന്നതാണല്ലോ. പിന്നെ അടുത്ത വന്നിട്ടുണ്ടായിരുന്നത് സാഗരം സദ്യയായിരുന്നു. ഈ സാഗരം സദ്യക്കകത്ത് വരുന്ന സൈഡ് ഐറ്റംസ് കാണിക്കട്ടോ. ആദ്യം വെച്ചിരിക്കുന്ന ഒരു ക്രാബ് റോസ്റ്റ് ആണ്. പിന്നെ ഈ നമ്മൾ എന്തുവിന് പറയുന്നത്, തേങ്ങ ഇട്ട് പറ്റിക്കത്തില്ലേ, പീര പറ്റിച്ചതെന്ന് പറയും നമ്മുടെ നാട്ടിൽ. പിന്നെ കാണിച്ചോട്ട് കൊഞ്ചു റോസ്റ്റ് ഉണ്ട്. പിന്നെ എന്തൊക്കെയാണ്, കണവയുടെ ഒരു ഫ്രൈ ഉണ്ട്. പിന്നെ ചെമ്മീൻ്റെ ചമ്മന്തി ഉണ്ട്, മീൻ വറുത്തത്, കണവാട തോരൻ, പിന്നെ ഇങ്ങനെ അവിയലൊക്കെ ഉണ്ടല്ലോ, നമ്മുടെ നോർമൽ അവിയലും. പിന്നെ സൈഡായിട്ട് വേറൊരു എനിക്ക് തോന്നുന്നു കുക്കുംബർ വെച്ചിട്ടുള്ള ഒരു സാധനമാണ് ആ വെള്ള കളറിലിരിക്കുന്നത്, അത്. പിന്നെ ഇതിൽ ചോറിട്ടിട്ട് 2 കൂട്ടം മീൻ കറിയും ഉണ്ടായിരുന്നു. പിന്നെ പപ്പടമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊന്നും ഞാൻ വെച്ചിട്ടില്ല ഇതിനകത്ത്. പിന്നെ ഏറ്റവും ഹൈലൈറ്റ് ചെയ്ത് പറയേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വേറെ ഒരുപാട് സാധനമുണ്ട്. അതായത് കരിമീൻ പൊള്ളിച്ചത്, അങ്ങനെ ഇഷ്ടംപോലെ ഐറ്റംസ് ഉണ്ട്. ഇത്രയും കൂടെ കഴിച്ചപ്പോൾ തന്നെ നമുക്ക് പിന്നെ മതിയായി. അതുകൊണ്ടാണ് പിന്നെ ഓർഡർ ചെയ്യാൻ. നേരത്തെ എനിക്ക് ആ ചട്ടിച്ചോറിൻ്റെ കൂടെ കിട്ടിയ അത് കഴിച്ചില്ലായിരുന്നു, അതെടുത്ത് സൈഡിലോട്ട് വെച്ചു. കരിമീൻ അല്ലാതെ വേറെ കുറേ ഡിഷ് ഐറ്റംസ്, പിന്നെ ചെമ്മീൻ്റെ തന്നെ ഒരുപാട് ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മളത് മെനുവിൽ കണ്ടിട്ടുണ്ടായിരുന്നു, ഓൾസോ അവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ എല്ലാം കൂടെ നമുക്ക് കഴിക്കാൻ പറ്റത്തില്ലല്ലോ, അതുകൊണ്ട് ഇത്രയൊക്കെ ആയിരുന്നു ഓർഡർ ചെയ്തത്. പിന്നെ പൊറോട്ടയൊക്കെ ഉണ്ട്, അത് ഞാൻ കാണിക്കാം ബാലൻസ്. ഇത് ചൂരയാണ്, എന്തോ മീനാണെന്ന് എനിക്കറിയത്തില്ല, ഏതാണ്ടൊരു മീനാണ്. അത് ഫ്രൈ ചെയ്തതും കഴിച്ചു. ലൈമ് കുടിച്ചാൽ വയറ് ഫുള്ളാവുന്ന ഞാനിതെങ്ങനെ, അത് ലാസ്റ്റ് ലൈമ് കുടിക്കുന്നുണ്ട്. അതിന് വന്ന ഒരു യൂട്യൂബ് കമൻറ്റാണ്, എനിക്ക് ഏത് ഫുഡ് കഴിച്ചു കഴിഞ്ഞാലും അവസാനം ഒരു ലൈം ജ്യൂസ് കുടിക്കണം. എനിക്ക് തോന്നുന്നത് നമ്മൾ മലയാളികൾ എല്ലാവരും അങ്ങനെ തന്നെയാണ്. എല്ലാം നല്ല അടിപൊളി വലിയ കൊഞ്ചസായിരുന്നു കേട്ടോ. കൊഞ്ച് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഐറ്റം കേട്ടോ ഈ കക്ക എന്ന് പറഞ്ഞാൽ. തോരൻ വെക്കും, ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. പിന്നെ വെള്ളരിയുടെ പച്ചടിയുടെ കാര്യം പറഞ്ഞല്ലോ, അതും എല്ലാം കൂടെ കൂട്ടി ഒരു പിടി പിടിച്ചു. അങ്ങനെ സാഗരം സദ്യ കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ അടുത്ത ഐറ്റം കൊണ്ടുവന്നായിരുന്നു. ഇത് കൊഞ്ചു റോസ്റ്റ് കേട്ടോ. ഇതൊരു ആവിയൊക്കെ വന്നിട്ട് ഉള്ള ഒരു സാധനം. ഇതുകൂട്ട് ബീഫ് ഉലർത്ത് എന്ന് പറയുന്നതും കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ കഴിച്ചിട്ടുണ്ടായിരുന്നു. ആവി വർദ്ധിക്കുന്ന ചൂടോടുകൂടി ഇത് കിട്ടുന്നത്. ഇതും ഫുള്ള് വലിയ പ്രോൺസ് ആണ് ഇതിനകത്തും ഫുള്ള് കിടക്കുന്നത്. ഇത്രയും ലോങ് ആയിട്ടുള്ള വീഡിയോസ് ഒന്നും നമുക്ക് ഷോർട്സിലെടുത്ത് ആഡ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. ഞാൻ മിക്കവാറും ഫുഡൊക്കെ കഴിക്കാൻ പോകുന്നിടത്ത് എൻ്റെ കയ്യിൽ ഇങ്ങനെ ലോങ് കാണും, ക്ലിപ്സൊക്കെ കാണും. പക്ഷെ അതിനകത്ത് തന്നെ ഇങ്ങനെ ക്രോപ്പ് ചെയ്തുള്ള പോർഷൻസ് ആയിരിക്കും, ഭയങ്കര ചെറിയ പോർഷൻസ് ആയിരിക്കും നിങ്ങൾ കാണുന്നുണ്ടാവുക. പിന്നെ സാഗരം സദ്യയൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നുകൊണ്ട് ഒരു പൊറോട്ട മതി, നൂൽ പൊറോട്ടയായിരുന്നു കേട്ടോ. ഇത് മലബാർ നൂൽ പൊറോട്ട എന്ന് പറയും, അതായിരുന്നു കഴിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഒരു പൊറോട്ട കഴിച്ചിട്ട് മതിയാക്കി എന്ന് വെച്ചപ്പോഴത്തേക്ക് പിന്നെ ലാസ്റ്റ് ഒരു പൊറോട്ടയും കൂടെ അധികം വന്നിട്ടുണ്ട്, അത് ഞാൻ പിന്നീട് കഴിച്ചു. എപ്പോഴും ബീഫ് റോസ്റ്റ് അല്ലെങ്കിൽ ചിക്കൻ്റെ കൂടാണ് ഞാൻ പൊറോട്ട കഴിക്കുന്നത് കേട്ടോ. ഇപ്പോൾ വെറൈറ്റി ആയിട്ട് ഈ ഒരു പ്രോൺസിൻ്റെ കൂടാണ് കഴിച്ചത്. കൂടാതെ ലാസ്റ്റ് ഒരു പൊറോട്ടയും കൂടെ കഴിച്ചത് ക്രാബിൻ്റെ കൂടെയായിരുന്നു. പിന്നെ എൻ്റെ കമൻറ്റിനകത്ത് സുംകുട്ടി വേറെ ലെവൽ, സുമി ഈസ് ബാക്ക്, എൻ്റെ സുമി, അയ്യോ എൻ്റെ സുമി തിരിച്ചു വന്നല്ലോ, എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ഈ കുറുമ്പി പെണ്ണിനെ, ഇങ്ങനെ ഇഷ്ടംപോലെ കമൻറ്റ്സ് വരാറുണ്ട്. എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ചിലർ വിചാരിക്കും നമുക്ക് വ്യൂസ് കിട്ടുന്നതൊക്കെ ആയിരിക്കും സന്തോഷം. നല്ല എൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്കിങ്ങനെ എൻ്റെ സുമി എന്നൊക്കെ പറഞ്ഞിട്ട് അത്രത്തോളം ഇഷ്ടം ഉണ്ടായിട്ടായിരിക്കണമല്ലോ അങ്ങനെ പറയുന്നത്. അങ്ങനെയൊക്കെ പറയുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. പിന്നെ ക്രാബ് റോസ്റ്റ് കേട്ടോ. ഈ ക്രാബ് റോസ്റ്റ് വന്ന സമയത്തും ബാലൻസ് ഉണ്ടായിരുന്ന 2 അപ്പം 3 അപ്പം വാങ്ങിച്ചു കഴിഞ്ഞാൽ 2 അപ്പം ബാലൻസ് ഇരിപ്പുണ്ടായിരുന്നു. അതിനകത്തുനിന്ന് 1 അപ്പവും കൂടെ എടുത്ത് കഴിച്ചു. കാരണം ഈ ക്രാബ് എങ്ങനെ ഉണ്ടെന്ന് ടെസ്റ്റ് ചെയ്യണമല്ലോ. അങ്ങനെ ക്രാബ് റോസ്റ്റ് എടുത്തു. ഞാൻ എത്ര വേണമെങ്കിലും ഇങ്ങനെ കടിച്ചു പൊട്ടിച്ചു കഴിക്കും. ചിലവർക്ക് ഇങ്ങനെ കടിച്ചു പൊട്ടിക്കാനൊക്കെ ഭയങ്കര പാടായതുകൊണ്ട് എടുക്കാത്തൊരു സാധനം. പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ചെറിയ പരുവത്തിൽ പോലും പല്ലിനൊന്നും അത്ര സ്ട്രെങ്ത് ഇല്ലാത്ത സമയത്ത് പോലും ഉമ്മയെ കൊണ്ട് പൊട്ടിപ്പിച്ച് തിന്നു. അങ്ങനെ പോലും ഞാൻ വിടത്തില്ലായിരുന്നു. അടുത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ പൊട്ടിപ്പിച്ച് കഴിച്ചാലും മതി. ഇത് അവൈറ്റഡ് വീഡിയോ. ഒരുപാട് പേര് ഇങ്ങനെ ഞാൻ വീഡിയോസ് ഇടാത്തത് കാരണം ഇങ്ങനെ മെസ്സേജ് അയക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ തിരുമ്പി വന്നിട്ടേ ഡയറ്റ് ആണോടാന്ന് ചോദിച്ചിട്ട് ഡയറ്റ് അല്ല, ഞാൻ കുറച്ച് കഴിക്കുന്ന ഇട്ടിട്ടുള്ള ദിവസം അത്രയും കഴിച്ചിട്ടുള്ളൂ സത്യത്തിൽ. അതുകൊണ്ടാണ് അത്രമാത്രം ഇടുന്നത്. പിന്നെ വേറെ കുറേ കൂടെ ചുമ്മാ ആഡ് ചെയ്തിടേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ ചട്ടിച്ചോറിൻ്റെ കൂടെ ഉണ്ടായിരുന്ന മുട്ട ഓംലെറ്റും പായസവും ഞാൻ കഴിക്കാൻ മറന്നായിരുന്നു, അത് മറക്കാതെ എടുത്ത് കഴിച്ചു. പിന്നെ നൂൽ പൊറോട്ട എടുത്തായിരുന്നു കേട്ടോ. ആ റോസ്റ്റ് കുറച്ചധികം ഉണ്ടായിരുന്നു, അപ്പോൾ ആ റോസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് അത് ഞാൻ കഴിച്ചു. പിന്നെ വേറെ ഉണ്ടായിരുന്ന പൊറോട്ട ഇത്തായിരുന്നു കഴിച്ചിട്ടുണ്ടായിരുന്നത്. ചേച്ചി നൈസ് പ്രസൻറ്റേഷൻ. ഞാൻ കൂടുതലും എൻഗേജ് ചെയ്ത് നിങ്ങൾക്ക് എൻ്റർടൈൻമെൻറ്റ് വരുത്തുന്ന രീതിയിൽ ചെയ്യാനായിട്ട് ശ്രമിക്കാറുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞ ഒരു പായസം അത് കുടിച്ചായിരുന്നു. പിന്നെ പായസം മൊത്തത്തിൽ ഒതുക്കിയിട്ട് ലാസ്റ്റ് ആൻഡ് ഫൈനലി സാഗരത്തിൻ്റെ ഒരു സാലഡ് വന്നു. അത് നല്ല രസമായിട്ടായിരുന്നു പ്രസൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ ഒരു സാലഡ് ആയതുകൊണ്ട് തന്നെ കുറേയധികം വെജിറ്റബിൾസും പിന്നെ കുറേ ഫിഷ്
ഫിഷസും എല്ലാം കൂടെ കറക്റ്റ് ഒരു സീ ഫുഡ് സാലഡ് ആയിരുന്നു. ഇതിനകത്ത് എന്തൊക്കെയോ മീറ്റ്സ് ഉണ്ടായിരുന്നു ഫിഷിന്റെ, എനിക്ക് മനസ്സിലായില്ല. എനിക്ക് ആകെ മനസ്സിലായത് സ്ക്വിഡും പിന്നെ പ്രോണുമാണ്. സത്യത്തിൽ ഇത് ഏറ്റവും ആദ്യം കൊണ്ടുവന്ന് വെച്ചാണ്, പക്ഷേ ഏറ്റവും ഫൈനലാണ് ഈ സാലഡ് ആയതുകൊണ്ട് കഴിച്ചത്. പിന്നെ കുറേ അധികം ക്വസ്റ്റ്യൻസ് എനിക്ക് ഒരുപാട് വരാറുണ്ട് എൻ്റെ ഡയറ്റിനെ പറ്റിയിട്ട്, ഹെൽത്തിനെ പറ്റിയിട്ടൊക്കെ. ഇപ്പം അധികം ഞാൻ ഹെൽത്ത് നോക്കുന്നില്ലെങ്കിൽ പോലും നേരത്തെ ജിമ്മിലൊക്കെ പോയിട്ടുണ്ടായിരുന്നെന്ന് ഞാൻ പറഞ്ഞിരുന്നു. പിന്നെ ലാസ്റ്റ് ആൻഡ് ഫൈനലായിട്ട് ഒരു ലെമൺ ജ്യൂസ് കുടിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ലൈം. എനിക്ക് എന്ത് കഴിച്ചു കഴിഞ്ഞാലും ലാസ്റ്റ് ഒരു ഹെവി ഫുഡ് കഴിക്കുകയാണെങ്കിൽ ലൈം കുടിക്കണം. പിന്നെ സീ ഫുഡ് ഫെസ്റ്റ് ആയതുകൊണ്ടുള്ള സ്പെഷ്യൽ ഡ്രിങ്ക്സ് ആൻഡ് ഡെസേർട്ട്സ് ആണ് കാണുന്നത്. പിന്നെ മെനു ആണ് കേട്ടോ. ഇത്രയൊന്നും ഞാൻ കഴിച്ചിട്ടില്ല, പക്ഷേ മെയിൻ മെനു ആണ്. അപ്പോൾ ഇത്രയും നേരം കണ്ടതിന് താങ്ക് യു സോ മച്ച്.